കഴിഞ്ഞ ദിവസം എൻ്റെ ഓഫീസിൽ ഒരാൾ വന്നു. അദ്ദേഹത്തിന് അറിയേണ്ടത് ഇൻകം ടാക്സ് റിട്ടേണുമായി സംബന്ധിച്ച ചില സംശയങ്ങളായിരുന്നു. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ വർഷം ഞാനൊരു പ്രോപ്പർട്ടി വിറ്റിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഞാനൊരു പ്രോപ്പർട്ടി വിറ്റിട്ടുണ്ട്. ഞാനും എൻ്റെ ബ്രദറും കൂടെയാണ് ആ പ്രോപ്പർട്ടി ഉടമസ്ഥ ഉണ്ടായിരുന്നത്. ഞങ്ങളത് വിറ്റു. പകുതി എനിക്കും പകുതി ബ്രദറിനുമാണ്. ബ്രദർ IT ഫയൽ ചെയ്യുന്ന ആളായതുകൊണ്ട് അദ്ദേഹം IT ഫയൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ചോദിച്ചത്. ഞാൻ ചോദിച്ചു, എത്രയാണ് നിങ്ങളുടെ പാർട്ട് എത്രയാണ് അതിൻ്റെ വാല്യൂ വരുന്നത്? 3 ലക്ഷം രൂപയേ വരുന്നുള്ളൂ. 3 ലക്ഷത്തിന് IT ഫയൽ ചെയ്യേണ്ടതില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരിയാണ്, 3 ലക്ഷം രൂപ വരെയുള്ള ഇൻകത്തിന് ടാക്സ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ ഫയൽ ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതല്ല, എനിക്ക് ആക്ച്വലി എൻ്റെ പാർട്ട് 15 ലക്ഷം രൂപയാണ്. ടോട്ടൽ പ്രോപ്പർട്ടിയുടെ വില വിറ്റത് 30 ലക്ഷം രൂപയാണ്. എൻ്റെ പാർട്ട് 15 ലക്ഷം രൂപയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പിന്നെ നിങ്ങൾ 3 ലക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുന്നത്, 12 ലക്ഷം രൂപ വരെ ടാക്സ് അടക്കേണ്ടതില്ല എന്നാണല്ലോ കഴിഞ്ഞ ബജറ്റിൽ വന്നിട്ടുള്ളത്. ബാക്കി എനിക്ക് 3 ലക്ഷമല്ലേ വരുന്നുള്ളൂ. അപ്പോൾ 3 ലക്ഷം ഇൻകമുള്ള ഞാൻ ഫയൽ ചെയ്യേണ്ടതില്ലല്ലോ. ശരിക്കും ഇതൊരു തെറ്റായ ധാരണയാണ്. ചിലരും അങ്ങനെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാകാം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ബജറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന ഭാഗത്ത്, അതായത് ഫെബ്രുവരി മാസത്തിലാണ് അധികവും ബജറ്റ് അവതരിപ്പിക്കുക. കഴിഞ്ഞ ഫെബ്രുവരിയിൽ അവതരിപ്പിച്ചിട്ടുള്ള ബജറ്റ് തൊട്ടടുത്ത സാമ്പത്തിക വർഷം, അതായത് ഏപ്രിൽ തുടങ്ങി അടുത്ത 2026 മാർച്ചിലേക്ക് അവസാനിക്കുന്ന സാമ്പത്തിക വർഷത്തിലേക്കുള്ള ബജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇൻകം ടാക്സിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും അതിൻ്റെ കാൽക്കുലേഷനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോഴും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട പദങ്ങളാണ് ഫിനാൻഷ്യൽ ഇയറും അസസ്മെൻറ്റ് ഇയറും. നടപ്പ് സാമ്പത്തിക വർഷമാണ് ഫിനാൻഷ്യൽ ഇയർ. ഈ ഫിനാൻഷ്യൽ ഇയർ മാർച്ചോടെ അവസാനിക്കുമ്പോൾ മാർച്ച് കഴിഞ്ഞ് തൊട്ടടുത്ത വർഷമാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ IT ഫയൽ ചെയ്യുക. അസസ്മെൻറ്റ് ഇയർ തൊട്ടടുത്ത വർഷമായിരിക്കും. അപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാനത്തിൽ വന്നിട്ടുള്ള ബജറ്റ് ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിലേക്കുള്ളതാണ്. ഇതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുക നമ്മൾ അസസ്മെൻറ്റ് ഇയറായ അടുത്ത വർഷമാണ്. ഈ മാർച്ച് അവസാനിക്കുമ്പോഴല്ലേ ഈ വർഷത്തെ കണക്ക് പൂർത്തിയാകുന്നുള്ളൂ. അത് ഫയൽ ചെയ്യുന്നത് നമ്മൾ അടുത്ത വർഷമാണ്. അപ്പം അടുത്ത വർഷത്തേക്കാണ് അത് ബാധകമാകുക. ഇദ്ദേഹം പ്രോപ്പർട്ടി വിറ്റിട്ടുള്ളത് കഴിഞ്ഞ മാർച്ചിന് മുന്നോട്ട്, കഴിഞ്ഞ ജനുവരിയിലെങ്ങാണ്ടാണ് പ്രോപ്പർട്ടി വിറ്റിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇത് ബാധകമല്ല. മാത്രവുമല്ല, അദ്ദേഹം പറയുന്ന പ്രകാരം 12 ലക്ഷം വരെ രൂപ ടാക്സ് ഇല്ല എന്നത് നമ്മൾ തെറ്റായി മനസ്സിലാക്കുന്നതാണ്. യഥാർത്ഥത്തിൽ നമ്മളത് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ കണക്ക് നമ്മൾ നോക്കുക. 3 ലക്ഷം രൂപ വരെ ഇൻകമുള്ള ആൾ യഥാർത്ഥത്തിൽ ടാക്സ് ഇല്ല, അദ്ദേഹം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതില്ല. എന്നാൽ അദ്ദേഹത്തിന് 3 ലക്ഷത്തിന് മുകളിലാണ് ഇൻകമെങ്കിൽ, 6 ലക്ഷം രൂപ വരെ ഇൻകം ആണെങ്കിൽ അദ്ദേഹത്തിന് 5% ടാക്സ് ഉണ്ട്. ഈ പറയുന്ന ടാക്സ് അദ്ദേഹത്തിന് റിബേറ്റ് ആയിട്ട് കിട്ടും. അതായത് ടാക്സ് അടക്കണ്ട. യഥാർത്ഥത്തിൽ അദ്ദേഹം ടാക്സ് ബാധ്യതയുണ്ട്, പക്ഷേ അദ്ദേഹം 12,500 രൂപ വരെയാണ് ഉണ്ടാവുക. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കണക്ക് പ്രകാരം 12,500 രൂപ വരെ ടാക്സ് അടക്കാനുള്ള ആൾക്ക് ടാക്സ് അടക്കാനുണ്ടാവില്ല, ടാക്സ് റിബേറ്റ് ആയിരിക്കും. ഇവിടെ ചിന്തിക്കേണ്ടത്, നമ്മൾ കടയിൽ ചെന്നിട്ട് ഒരു 100 രൂപയുടെ ഒരു സാധനം വാങ്ങുമ്പോൾ ഒന്നിന് 100 രൂപ, 2 എണ്ണത്തിന് 200 രൂപ, 3 എണ്ണം എടുത്താൽ 250 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തതിന് 50 രൂപ അല്ല. അത് കിട്ടണമെങ്കിൽ ആദ്യത്തെ 2 സാധനവും വാങ്ങി 3 എണ്ണം ആകുമ്പോഴേ 250 രൂപ ആകുന്നുള്ളൂ. അതല്ലാതെ അവസാനത്തെ 50 രൂപയുടെ സാധനം തരൂ എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ഇത് പറഞ്ഞതുപോലെ റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കാണ് ഈ റിബേറ്റ്. അതല്ലാതെ 7 ലക്ഷമോ 6 ലക്ഷമോ ഇൻകം ഉള്ള ഒരാൾ റിട്ടേൺ ഫയൽ ചെയ്യാതെ വെക്കുകയും അത് കഴിഞ്ഞിട്ട് എനിക്ക് റിബേറ്റാണ്, ഞാൻ ചെയ്യേണ്ടതില്ല എന്ന് പറയുന്നതും ശരിയല്ല. ഓരോ സാമ്പത്തിക വർഷവും കഴിയുമ്പോൾ നമ്മുടെ കണക്കുകൾ ഇൻകം ടാക്സിന് മുമ്പിൽ സമർപ്പിക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ റിബേറ്റിൻ്റെ ഉള്ളിൽ വരികയാണെങ്കിൽ ഇൻകം ടാക്സ് തരുന്ന ഓഫറാണ് ആ റിബേറ്റ് എന്ന് പറയുന്നത്. അത് ചെയ്യുന്നവർക്കുള്ളതാണ്, ചെയ്യാത്തവർക്കുള്ളതല്ല. അതേ ഒരു ടേമാണ് ഇപ്പോൾ കഴിഞ്ഞ ബജറ്റിലും വന്നിട്ടുള്ളത്. 12 ലക്ഷം രൂപ എന്ന് പറയുന്നത് അതാണ്. 12 ലക്ഷം രൂപ വരെയുള്ളവർക്ക് ടാക്സ് റിബേറ്റ് കൊടുക്കും. അത് ആർക്കാണ്? ആ റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കാണ്. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ 12 ലക്ഷത്തിൽ അയാൾ ഇൻകം എത്തി നിൽക്കുന്നു എങ്കിൽ ആ 12 ലക്ഷം രൂപ വരെയുള്ളത് അദ്ദേഹത്തിന് റിബേറ്റ് ആയിട്ട് ടാക്സ് അടക്കാതെ ഒഴിവാക്കപ്പെടും. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങൾ ഈ സാമ്പത്തിക രംഗത്തുള്ള കാര്യങ്ങളാണെങ്കിൽ അത് അറിയുന്നവരുമായി സംസാരിച്ച ശേഷമാണ് നമ്മൾ തീർപ്പ് കൽപ്പിക്കേണ്ടത്. നമ്മൾ സാധാരണ ചായക്കടയിലും അതല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് കിട്ടുന്ന ആശയങ്ങൾ അത് നമ്മൾ ഒരിക്കലും നമ്മുടെ കാര്യത്തിൽ ഒരിക്കലും ഒരു തീരുമാനമാക്കി എടുക്കരുത്. അത് സാമ്പത്തിക രംഗത്ത് മാത്രമല്ല, നമ്മുടെ ആരോഗ്യ രംഗത്താണെങ്കിലും മറ്റേത് രംഗത്താണെങ്കിലും പ്രഷറിന് ഗുളിക കഴിക്കേണ്ടതുണ്ടോ, ഷുഗറിന് ഗുളിക കഴിക്കേണ്ടതുണ്ടോ എന്നുള്ളത് നമ്മൾ മീൻ വാങ്ങാൻ പോകുന്ന സമയത്ത് സംസാരിക്കുന്ന കൂട്ടുകാരുമായി
അതല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് സംസാരിക്കുന്ന കൂട്ടുകാരുമായി സംസാരിക്കുമ്പോൾ കിട്ടുന്ന ആശയത്തിലല്ല നമ്മളത് തീരുമാനമെടുക്കേണ്ടത്. ഓരോ രംഗത്തുമുള്ള വിഷയങ്ങൾ അതിൽ വിദഗ്ധരായവരോട് സംസാരിച്ച് അത് തൃപ്തിയാകുന്നെങ്കിൽ മറ്റൊരാളോട് സംസാരിച്ച് അതും തൃപ്തിയാവുന്നെങ്കിൽ മറ്റൊരാളോട് സംസാരിച്ച് ഇങ്ങനെ 1, 2, 3 കൺസൾട്ടേഷൻ കഴിഞ്ഞ ശേഷം മാത്രമേ ആരോഗ്യരംഗത്തായാലും സാമ്പത്തിക രംഗത്തായാലും എല്ലാ രംഗത്തും നമ്മൾ തീരുമാനമെടുക്കേണ്ടത് എന്ന് സൂചിപ്പിക്കാനാണ് ഈ വീഡിയോ. മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം.